ഹീറോയിനും ഭർത്താവും ഒരു പ്രത്യേക ഗ്രാമത്തിൽ താമസിക്കുന്നു. അവിടെയാണെങ്കിലോ എല്ലാവരും ഒരേ റൊട്ടീനാണ് ചെയ്യുന്നതും. പക്ഷേ ഇടയ്ക്ക് ഹീറോയിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നും. അതായത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നൊരു ഡൗട്ട്. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2022 ഇറങ്ങിയ ഡോൺ വറി ഡാർലിംഗ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പോൾ വെൽക്കം ടു മൂവി ഹണ്ടർ മലയാളം. നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം. മൂവി ആരംഭിക്കുമ്പം കാലിഫോർണിയയ്ക്ക് അടുത്തുള്ള വിക്ടോറിയ എന്നുള്ളൊരു ഗ്രാമം കാണിക്കും. അതിൽ കുറേ കപ്പിൾസ് താമസിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അതിൽ നമ്മുടെ ഹീറോയിനെയും കാണിക്കും. അവളുടെ ഭർത്താവിന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ജോലിക്ക് അയക്കാൻ തുടങ്ങും. ഇതിലെ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നടക്കുന്ന അതേ കാര്യമാണ് അവിടെയുള്ള എല്ലാ വീട്ടിലും നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ ഭർത്താക്കന്മാർ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ഇവർക്കൊട്ട് അറിയത്തുമില്ല. അങ്ങനെ എല്ലാ പെണ്ണുങ്ങളും അവരുടെ ഭർത്താക്കന്മാരെ ജോലിക്ക് അയക്കും. പോയ പുറകെ തന്നെ ഇവർ വീട്ടിലെ കാര്യങ്ങൾ നോക്കും. അതായത് പാത്രം കഴുകുന്നതും നിലം തുടയ്ക്കുന്നതും അങ്ങനെ എല്ലാം. ഇതേ റൊട്ടീനാണ് അവിടുത്തെ എല്ലാ വീട്ടിൽ നടക്കുന്നതും. അങ്ങനെ വീട്ടിലെ വർക്കെല്ലാം കഴിഞ്ഞ് എല്ലാ പെണ്ണുങ്ങളും ഡാൻസ് പഠിക്കാനായി പോകും. ഇവിടെ നമുക്കൊരു പെണ്ണിനെ കാണാം. ഇവളാണ് ഇവിടുത്തെ മെയിൻ അതോറിറ്റി. അതായത് ഇവളും ഇവളുടെ ഭർത്താവും പറയുന്നതാണ് ഈ ഗ്രാമത്തിലെ നിയമം. അങ്ങനെ പല ദിവസങ്ങൾ കടന്നു പോകും. പതിയെ ഹീറോയിൻ അവളുടെ ചുറ്റും നടക്കുന്നത് റിയാലിറ്റി ആണോ ഫേക്ക് ആണോ എന്ന് പല ഡൗട്ടും അടിക്കും. രാത്രിയാകുമ്പോൾ എല്ലാ ഭർത്താക്കന്മാരും വീട്ടിലേക്ക് വരും. ഇത് തന്നെയാണ് അവിടെ 6 ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ വീക്കെൻഡിൽ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. ഹീറോയിൻ ആ പാർട്ടി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാർഗറ്റ് എന്നൊരു പെണ്ണിനെ കാണുന്നത്. മാർഗറ്റ് അവളുടെ ഭർത്താവിനോട് പറയും, എനിക്ക് ഈ ഗ്രാമത്തെപ്പറ്റി നല്ല ഡൗട്ടുണ്ട്. ഇവിടെ നടക്കുന്നതൊക്കെ റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ ഡൗട്ടുണ്ടെന്ന് പറയും. ഇത് നമ്മുടെ ഹീറോയിൻ കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഹീറോയിനെ കണ്ട മാർഗറ്റിൻ്റെ ഭർത്താവ് പറയും, ഇവള് പറയുന്നതൊന്നും കാര്യമാക്കണ്ട, ഇവൾക്ക് സുഖമില്ലെന്നൊക്കെ. അങ്ങനെ ഹീറോയിൻ ഒരിക്കൽ ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വരും. ഇവളും ഡ്രൈവറും മാത്രമുള്ള ആ ബസ്സിൽ. ആ ടൈമിലാണ് ഒരു പ്ലെയിൻ തീ പിടിച്ചു പോകുന്നത് ഇവള് കാണുന്നത്. ഉടനെ തന്നെ ഇവള് ഡ്രൈവറിനോട് വണ്ടി നിർത്താൻ പറയും. എന്നിട്ട് അവൾ അങ്ങോട്ടേക്ക് നടന്നു പോകും. ആ ടൈമിലെല്ലാം ഡ്രൈവർ പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകല്ലേ, നമുക്ക് അവിടെ പോകാൻ അനുവാദമില്ലെന്നൊക്കെ. പക്ഷേ ഹീറോയിൻ അതൊന്നും കേൾക്കാതെ അങ്ങോട്ടേക്ക് പോകും. അവൾ കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് ഒരു മലയുടെ മണ്ടയിൽ ബിൽഡിങ് കാണുന്നത്. ഇവിടെയാണ് ഇവരുടെ എല്ലാം ഭർത്താക്കന്മാർ വർക്ക് ചെയ്യുന്നതും. അങ്ങനെ അതിൻ്റെ അകത്ത് എന്താണെന്നറിയാൻ ഹീറോയിൻ അതിൻ്റെ അടുത്തേക്ക് പോകും. ആ ടൈമിൽ എന്തോ ഒരു പ്രകാശം വന്ന് ഹീറോയിൻ്റെ ബോധം പോകും. കണ്ണ് തുറക്കുമ്പോഴോ അവൾ വീട്ടിലെ ബെഡിൽ കിടക്കുന്നു. എന്താണ് പറ്റിയതെന്നറിയാൻ അവൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലും. അവൻ പറയും, നമ്മൾ ഇന്നലെ പാർട്ടിക്ക് പോയത് ഓർമ്മയില്ലേ? നീ അവിടെ വെള്ളമടിച്ച് ബോധം പോയപ്പോൾ ഞാനല്ലേ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതെന്ന്. ഇത് കേട്ട ഹീറോയിൻ നീ എന്താണ് പറയുന്നതെന്ന് ചോദിച്ച് അവൾ നടന്ന കാര്യങ്ങളെല്ലാം പറയും. ഇത് കേട്ട ഭർത്താവോ, നീ എന്തോ ഡ്രീം കണ്ടതാണ്, അതുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് അവളെ പറഞ്ഞു വിടും. പിറ്റേ ദിവസം ഹീറോയിൻ പതിവ് പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഡാൻസ് പഠിക്കാനായി പോകും. ആ ടൈമിലാണ് അവിടുത്തെ ഗ്ലാസ്സിൽ മാർഗറ്റിനെ കാണുന്നത്. അവളെ ഹീറോയിനോട് പറയും, നീ ഇന്നലെ പോയ സ്ഥലമില്ലേ, അവിടെ ഞാനും പോയിട്ടുണ്ട്, ഇവിടെ നടക്കുന്നതെല്ലാം ഫേക്കാണെന്ന് പറയും. എന്നിട്ട് അവളുടെ തല ഗ്ലാസ്സിലേക്ക് ഇടിച്ച് പൊട്ടിക്കുകയും ചെയ്യും. ഇത് കണ്ട ഹീറോയിൻ പേടിച്ച് കാറാൻ തുടങ്ങും. എല്ലാവരും ഹീറോയിനെ നോക്കും. ഹീറോയിൻ നോക്കുമ്പോഴോ അവിടെ പൊട്ടി ഗ്ലാസ്സുമില്ല, മാർഗറ്റുമില്ല. അങ്ങനെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പാടില്ലാതെ ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി ഓടും. അവൾ നേരെ മാർഗറ്റിൻ്റെ വീട്ടിലേക്ക് പോകും. നോക്കുമ്പോഴോ മാർഗറ്റ് വീടിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. അവളുടെ കയ്യിലാണ് ഒരു കത്തിയുമുണ്ട്. അവൾ ആ കത്തിയെടുത്ത് കഴുത്തറുത്ത് അവിടെ തന്നെ ഡെഡാകും. ഇത് കണ്ട ഉടനെ തന്നെ ഹീറോയിൻ നല്ലപോലെ പേടിക്കും. ആ ടൈമിൽ റെഡ് കളർ യൂണിഫോം ഇട്ട 2 പേര് വന്ന് ഹീറോയിനെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടും കാണിക്കും. അന്ന് രാത്രി ഹീറോയിൻ ഭർത്താവിനോട് പറയും, ഇവിടെ നടക്കുന്നതെല്ലാം ഫേക്കാണ്, മാർഗറ്റിന് അവളോട് എന്തോ പറയാനുണ്ടായിരുന്നെന്നൊക്കെ. ഇതൊക്കെ കേട്ട ഭർത്താവ് പറയും, ഇവിടെ ഒരു കുഴപ്പമില്ല, മാർഗറ്റിന് വട്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾ ചത്തതെന്നൊക്കെ. ആ ഒരു ടൈമിലൊക്കെ ഹീറോയിൻ അവളുടെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കാൻ നോക്കും. പക്ഷെ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതിൻ്റെ എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കണമെന്നൊക്കെ ഹീറോയിൻ ആ ടൈമിൽ ഓർക്കും. പിന്നീട് അവർ വീക്കെൻഡിലൊരു പാർട്ടിക്ക് പോകും. ആ ടൈമിൽ ഈ ഗ്രാമത്തിലെ മെയിൻ അതോറിറ്റി ആയിട്ടുള്ള ആടിനെ കാണിക്കും. പുള്ളി മൈക്കിൽ കൂടെ വിളിച്ച് പറയും, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പ്രമോഷൻ ആയിട്ടുള്ളത്. എന്നിട്ട് ഹീറോയിൻ്റെ ഭർത്താവിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയും ചെയ്യും. പക്ഷേ ആ ടൈമിലൊക്കെ ഹീറോയിൻ വേറെ എന്തൊക്കെയോ ചിന്തിക്കുകയായിരുന്നു, മാർഗറ്റിനെ പറ്റിയും അതോടൊപ്പം തന്നെ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെയും. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വേറൊരു റൂമിലേക്ക് വരും. ആ ടൈമിൽ അങ്ങോട്ടേക്ക് ഒരു പെണ്ണ് വരും. അവൾ ചോദിക്കും, നീ എന്താ പാർട്ടി ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നതെന്ന്. ഹീറോയിൻ അവൾക്ക് നടന്ന കാര്യവും അതോടൊപ്പം തന്നെ ആ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയ കാര്യങ്ങളുമൊക്കെ പറയും. ഇത് കേട്ട ആ പെണ്ണ് പറയും, നീ എന്തിനാ അങ്ങോട്ട് പോയത്, അവിടെ പോകാൻ ആർക്കും അനുവാദമില്ല, ഇപ്പോഴാണ് നിൻ്റെ ഭർത്താവിന് പ്രമോഷൻ കിട്ടിയത്, ഇതെല്ലാം അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആകുമെന്നും പറയും.
അങ്ങനെ ഇതൊക്കെ കേട്ട് പേടിച്ച ഹീറോയിൻ മിണ്ടാതിരിക്കും. പിറ്റേ ദിവസം രാവിലെ ഭർത്താവ് അവളോട് പറയും, എൻ്റെ കൊളീഗൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് നീ ഇന്ന് വൈകിട്ട് ഡിന്നർ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് വരും. കൂടെ ആ ലീഡറും ഉണ്ടായിരുന്നു. ഹീറോയിൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ലീഡർ പറയും, നിനക്കെല്ലാം പിടി കിട്ടിയല്ലോ, പക്ഷേ നീ ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. മാർഗറ്റും ഇങ്ങനെ തന്നെയായിരുന്നു. അവൾ എന്തൊക്കെ കണ്ടുപിടിക്കാൻ നോക്കി, പക്ഷേ ഇപ്പം അവളുടെ അവസ്ഥ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോയിനെ പേടിപ്പിക്കും. ആ ടൈമിൽ ഹീറോയിന് പിടികിട്ടും ഇവിടെ നടക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഇവനാണെന്നുള്ള കാര്യം. അങ്ങനെ എല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഹീറോയിൻ ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. അവൾ ചോദിക്കും, നമുക്ക് ഇവിടുന്ന് കുറച്ച് നാൾ മാറിയാലോ, എത്ര നാളായി ഇവിടെ തന്നെ, നമുക്ക് എങ്ങോട്ടേലും ടൂറ് പോയാലോ എന്ന്. ഇത് കേട്ട ഭർത്താക്കന്മാർ പറയും, അതിനാവശ്യമുണ്ടോ, നമുക്കിവിടെ എല്ലാം ലഭിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇവിടുന്ന് മാറുന്നതെന്നൊക്കെ. ഇത് കേട്ട ഹീറോയിൻ വേറൊരു ചോദ്യം അവരോട് ചോദിക്കും. അവൾ പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞ കാലം ഓർമ്മയുണ്ടോ, നിങ്ങളുടെ മാതാപിതാക്കളെ പറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ എപ്പോഴാണ് കണ്ടുമുട്ടിയതെന്നും ഒക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ അവിടെയുള്ള ആർക്കും അത് ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു. ഹീറോയിൻ പറയും, എങ്ങനെ ഓർമ്മ വരും, നമ്മളെല്ലാം ഇവിടെ ട്രാപ്പ് ചെയ്തേക്കുമല്ലേ, നമ്മുടെ ഓർമ്മ നശിപ്പിച്ച് വേറൊരു ലോകത്തിട്ടേക്കുമല്ലേ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ കമ്പനിയാണെന്നും അവൾ പറയും. ഇത് കേട്ട ലീഡറിൻ്റെ ഭാര്യ പറയും, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, എനിക്കൊന്നും പിടികിട്ടുന്നില്ല, ഈ പാർട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് ഇറങ്ങിപ്പോകും. പുറകെ തന്നെ എല്ലാവരും അവിടുന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ പാർട്ടി മുടങ്ങിയില്ല എന്നുള്ള വിഷമത്തിൽ ഹീറോയിൻ്റെ ഭർത്താവ് അങ്ങോട്ടേക്ക് മാറിയിരിക്കും. ആ ടൈമിൽ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ ആ ലീഡർ എൻ്റെ അടുത്ത് വന്ന് എല്ലാം പറഞ്ഞു, ഇവിടെ എല്ലാം ഫേക്കാണ്, നീ ഇതെല്ലാം കണ്ടുപിടിക്കണമെന്ന് അവനോട് പറയും. ഇത് കേട്ട ഭർത്താവ് പറയും, ഓക്കെ ശരി, എങ്കിൽ വാ, നമുക്കിവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് കാറിലേക്ക് പോകും. പക്ഷേ ആ കാർ സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു. ഹീറോയിൻ ചോദിക്കും, എന്ത് പറ്റി സ്റ്റാർട്ടാകുന്നില്ല എന്ന്. ആ ടൈമിൽ തന്നെ റെഡ് യൂണിഫോം ഇട്ട രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്ന് ഹീറോയിനെ പിടിക്കാനായി നോക്കും. ഹീറോയിൻ പറയും, വേഗം വണ്ടി എടുക്കും, നമുക്ക് ഇവിടുന്ന് പോകാമെന്ന്. ഇത് കേട്ട ഭർത്താവ് പറയും, നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടും, അതുകൊണ്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ആ യൂണിഫോം ഇട്ടവർ ഹീറോയിനെ പിടിച്ചുകൊണ്ട് പോകും. പിന്നീട് കാണിക്കുന്നത് ഹീറോയിൻ ഒരു ഓപ്പറേഷൻ തിയേറ്റർ കിടക്കുന്നതാണ്. അവിടെ വെച്ച് അവൾക്ക് അവളുടെ പഴയ ഓർമ്മകളെ തിരിച്ചു കിട്ടും. ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ കാണിക്കുന്നത് ഹീറോയിൻ ഒരു ഡോക്ടറാണെന്നുള്ളതാണ്. രാവിലെ വർക്കിന് പോയവളെ രാത്രിയിലാണ് വരാറും. ഇവളുടെ ഭർത്താവാണെങ്കിലോ ഒരു പണിക്ക് പോകാതെ വീട്ടിലിരിപ്പും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അത്ര ചേർച്ചയിലല്ലായിരുന്നു. ഭർത്താവ് അടുത്തേക്ക് വരുന്ന ടൈമിലെല്ലാം ഇവള് തട്ടി മാറ്റുന്നുണ്ടായിരുന്നു. ഇതാണെങ്കിലോ അവന് നല്ല വിഷമവും ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഭർത്താവ് ഒരു കമ്പനിയിലേക്ക് വിളിക്കുന്നതാണ്. വിക്ടർ കോർപ്പറേഷൻ എന്നൊരു കമ്പനിയിലേക്കാണ് അവൻ വിളിക്കുന്നത്. അവൻ പറയും, ഞാനും എൻ്റെ വൈഫും തമ്മിൽ അത്ര നല്ല റിലേഷനിലൊന്നുമല്ല, ഞങ്ങൾ അത്ര ഹാപ്പി ആയിട്ടൊന്നുമല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഹാപ്പി ലൈഫ് ക്രിയേറ്റ് ചെയ്ത് തരുമോ എന്ന് അവൻ ചോദിക്കും. അവർ പറയും, ഇത് ഓക്കെയാണ്, പക്ഷേ ഇനി നിങ്ങളുടെ പൂർണ്ണ സമ്മതം വേണം, നിങ്ങളുടെ വൈഫിന് ഇത് ഓക്കെയാണോ എന്ന് കൂടി ചോദിക്കും. പിന്നീട് കാണിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ്. അങ്ങനെ ഇപ്പോഴാണ് അവൾക്ക് എല്ലാം ഓർമ്മ വരുന്നത്, അവളുടെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളുമെല്ലാം. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അവളുടെ ഓർമ്മ വീണ്ടും അവർ കട്ട് ചെയ്യും. അവിടുന്ന് കട്ട് ചെയ്താൽ വീണ്ടും കാണിക്കുന്നത് ഹീറോയിനെയും ഭർത്താവിനെയുമാണ്. അവളാണെങ്കിലോ വീണ്ടും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഭർത്താവിനെ ജോലിക്ക് അയക്കുന്നു, ഇതൊക്കെ തന്നെ. അതായത് അവളുടെ ഡെയിലി റൊട്ടീൻ ചെയ്യുന്നു. അങ്ങനെ ഹീറോയിൻ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഭർത്താവ് ഒരു പാട്ട് വെക്കുന്നത്. ഈ പാട്ടാണെങ്കിലോ ഹീറോയിൻ്റെ ഫേവറേറ്റ് പാട്ട്. ഇവളിത് റിയൽ വേൾഡിൽ മിക്കപ്പോഴും കേൾക്കുന്നതുമായിരുന്നു. അങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പം ഹീറോയിന് വീണ്ടും എല്ലാം പിടികിട്ടും, ഇത് ഫേക്ക് വേൾഡ് ആണെന്നും റിയൽ വേൾഡ് വേറെയാണെന്നും ഒക്കെ. ഇതറിഞ്ഞ ഹീറോയിൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ച് ഭർത്താവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ കാണിക്കുന്നത് ഹീറോയിനും ഭർത്താവ് ഒരു ബെഡിൽ കിടക്കുന്നതാണ്. അതായത് റിയൽ വേൾഡ്. ഇവരുടെ കണ്ണിലൊരു ഡിവൈസും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലൊരു വെർച്വൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആ ഡിവൈസ് ഉപയോഗിച്ച് ഇവരുടെ രണ്ടുപേരുടെയും ബ്രെയിനിനുള്ളിൽ ഒരു പുതിയൊരു ലോകം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഭർത്താവ് അവളോട് പറയും, നമുക്ക് ഈ വേൾഡിൽ തന്നെ നിൽക്കാം, ശരിക്കുള്ള വേൾഡിൽ നിനക്കെന്നെ ഒട്ടും ഇഷ്ടമല്ല, നമ്മളവിടെ ഒട്ടും ഹാപ്പിയല്ല, ഇവിടെയാണ് നമ്മൾ ഹാപ്പി എന്നൊക്കെ പറയും. എന്നാൽ ഹീറോയിനോ ഇതൊന്നും കേൾക്കാതെ ഇത് ഫേക്ക് വേൾഡാണ്, എനിക്ക് റിയൽ വേൾഡിൽ പോകണമെന്നൊക്കെ പറയും. ഭർത്താവ് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നീ ഇവിടെ നിന്ന് പോകരുത്, നീ പോയി കഴിഞ്ഞാൽ അത് ഇവിടെയുള്ള എല്ലാവരെയും ബാധിക്കും, ഇവിടുള്ള പലരും റിയൽ വേൾഡിൽ വേദന അനുഭവിക്കുന്നവരാന്ന് പറയും. ഹീറോയിനാണെങ്കിലോ അവൻ്റെ പിടിവിടാനായി അവിടെ ഇരുന്ന ഗ്ലാസ് എടുത്ത് അവൻ്റെ തലക്കിട്ടടിക്കും. അവിടെ തന്നെ അവൻ ഡെഡ് ആകും. അതായത് വെർച്വൽ വേൾഡിൽ ഡെഡ് ആയ ഒരാൾ റിയൽ വേൾഡിൽ ബ്രെയിൻ ഡെഡ് ആകും. ആ ടൈമിൽ തന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരും. അങ്ങനെ ഹീറോയിൻ്റെ ഭർത്താവ് ഡെഡായ കാര്യം അവിടുത്തെ ലീഡർ അറിയും. ഇതറിഞ്ഞ ഉടനെ തന്നെ ഹീറോയിനെ പിടിക്കാനായിട്ട് അയാൾ ആളെ വിടും. ഫ്രണ്ട് ഹീറോയിനോട് പറയും, നീ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അവർ നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊല്ലും.
നീ ഇവിടെ ഡെഡായി കഴിഞ്ഞാൽ റിയൽ വേൾഡിലും ഡെഡാകുമെന്നൊക്കെ പറയും. ഇത് കേട്ട ഹീറോയിൻ ചോദിക്കും, അപ്പോൾ ഇതൊക്കെ ഫേക്ക് ആണെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന്. ഇത് കേട്ട ഫ്രണ്ട് പറയും, എനിക്കും ഭർത്താവിനും തമ്മിൽ റിയൽ വേൾഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, ഞങ്ങളെ റിയൽ വേൾഡിലും പാപ്പി ഇവിടാണെന്നൊക്കെ പറയും. അതോടൊപ്പം തന്നെ അവൾ പറയും, നീ ഇവിടുന്ന് വേഗം രക്ഷപ്പെട്ടോ, അന്ന് പോയ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പൊക്കോ, അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് റിയൽ വേൾഡിലേക്ക് എത്താൻ പറ്റുമെന്ന് പറയും. പക്ഷേ നീ പോകുന്ന വഴിക്ക് പിടിക്കപ്പെടാതെ നോക്കണമെന്നും പറയും. അപ്പോൾ തന്നെ ഹീറോയിൻ കാറും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകും. പുറകെ തന്നെയോ ഇവളെ പിടിക്കാനായി ആളും വരും. ഹീറോയിൻ എങ്ങനെയൊക്കെയോ എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടും. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ലീഡർ അവിടെ പേടിച്ച് നിൽക്കുന്നതാണ്. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി തുടങ്ങിയത് ശരിക്കും ലീഡറിൻ്റെ വൈഫാണ്. അവളായിരുന്നു ഈ കമ്പനിയിലെ ആദ്യത്തെ കസ്റ്റമറും. അവൾ അവനോട് പറയും, നിനക്കൊരു കാര്യം മര്യാദയ്ക്ക് നോക്കാൻ പോലും അറിയില്ല, ഇപ്പോൾ കണ്ടില്ലേ അവളെല്ലാം കണ്ടുപിടിച്ചത്. താഴേക്ക് നോക്കുമ്പോഴോ ഇവളെ ലീഡറിനെ കുത്തിയിട്ടുമുണ്ടായിരുന്നു. അപ്പം തന്നെ ലീഡർ അവിടെ ഡെഡായി വീഴും. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഹീറോയിൻ കാറ് ഓടിച്ചു പോകുന്നതാണ്. അവൾ എങ്ങനെയൊക്കെ ഓടിച്ചെന്ന് ആ മലയുടെ മുകളിൽ കയറും. പുറകെ തന്നെയോ ഇവളെ പിടിക്കാൻ ആളും വരുന്നുണ്ട്. ഇവളെങ്ങനെയൊക്കെയോ ചെന്ന് ആ ബിൽഡിങ്ങിൽ തൊടും. അപ്പോൾ തന്നെ ഇവളുടെ ബോധം പോകുന്നതായിട്ട് കാണിക്കും. പിന്നീട് ഇവളെ കണ്ണ് തുറക്കുന്നതായിട്ട് കാണിക്കും. അതോടെ ഈ മൂവിയും ഇവിടെ തീരും.